ഹായ് മക്കളെ, AK ആണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നതാണ്. നിങ്ങൾ ഈ തമ്പിലേക്ക് നോക്കുക. സയൻസ് എക്സാം ഇങ്ങനെ എഴുതിയാൽ എളുപ്പമാകും. എങ്ങനെ എഴുതണം അതിലേ ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഏതൊരു എക്സാം ആയി കഴിഞ്ഞാലും അത് എളുപ്പമായിട്ട് എഴുതാൻ പറ്റിയൊരു ട്രിക്ക് നമുക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സക്സസ് ആകാൻ പറ്റിയാലോ നല്ല കാര്യമാണ്. സോ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമുക്ക് തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും അറിയാം, സയൻസ് എന്ന് പറയുമ്പം മൂന്നെണ്ണം ഉണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും പഠിച്ചെടുക്കേണ്ടതുണ്ട്, ശരിയല്ലേ? സോ ഇങ്ങനെ പഠിക്കേണ്ട സമയത്ത് നമുക്ക് ഏത് രീതിയിലൊക്കെ എഴുതണം അതാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ആദ്യത്തെ കൂൾ ഓഫ് ടൈം കഴിഞ്ഞതിന് ശേഷം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത് മൂന്നും അടങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കിട്ടും. പക്ഷേ എൻ്റെ അറിവിൽ കേരളത്തിലെ 90% സ്കൂളുകളിലും ആദ്യം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, മിക്കവാറും അത് കെമിസ്ട്രി ആണ് അല്ലേ, അല്ലെങ്കിൽ ഫിസിക്സ് ആയിരിക്കും, ബയോളജി ആണ് ഏറ്റവും അവസാനം ഉണ്ടാവുക. സോ ഒരു സെറ്റ് ആൻസർ ഷീറ്റ് നമുക്ക് തരുള്ളൂ. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 20 മിനിറ്റ് കൊണ്ട്, എത്ര മിനിറ്റ് ഉണ്ടാവുക ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സബ്ജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ് ആണ്. ഈ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ ഒരു സബ്ജക്ട് തീർക്കണം. ഒരു വർഷം നമ്മൾ മുഴുവനായും പഠിച്ചെടുത്ത ഫിസിക്സ് അല്ലെ കെമിസ്ട്രി അല്ലെ ബയോളജി നമ്മൾ അവിടെ കൃത്യമായിട്ട് എഴുതി വെക്കേണ്ടതുണ്ട്. ഇനി ഈ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കൂൾ ഓഫ് ടൈമിൽ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എളുപ്പമുള്ളതെല്ലാം ടിക്ക് ചെയ്ത് ഇത് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം? അത് സെറ്റാക്കി വെക്കണം. ശേഷം സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ എഴുതി വെച്ചേക്കുക. കേട്ടോ, നിങ്ങൾ ഓർഡറിൽ പോകണമെന്ന് ഒരു നിർബന്ധവും. ക്ലിയർ ആണ്? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതാണ്, നിങ്ങളിപ്പം ബയോളജി ആയാലും ഫിസിക്സ് ആയാലും മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഏതെങ്കിലും ചോദ്യത്തിന് പിക്ചറൈസ് ചെയ്യാൻ, അതായത് ചിത്രങ്ങൾ ഉണ്ട് എങ്കിൽ അത് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? വരച്ചു വെക്കണം. പിക്ചേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഇത് മസ്റ്റായിട്ട് ഒരു കാരണവശാലും ചിത്രങ്ങൾ വരയ്ക്കാതെ മുന്നോട്ടേക്ക് പോകാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, പക്ഷെ ആ ഭാഗത്തുള്ള ഫിഗേഴ്സ് എനിക്ക് അത്യാവശ്യം അറിയാം എന്നുണ്ടെങ്കിൽ ആ ചിത്രമെങ്കിലും വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഉറപ്പായിട്ടും മാർക്ക് ലഭിക്കും. കെമിസ്ട്രിയിലും സെയിം ആണ്. ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ അത് മസ്റ്റ് ആയിട്ടും വരച്ചു വെക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഓക്കെ, ഒന്നാമത് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തത് പ്രോബ്ലം ചെയ്യുമ്പോഴാണ്. കെമിസ്ട്രിയിലും പ്രോബ്ലം ഉണ്ട്, ഫിസിക്സിലും പ്രോബ്ലം ഉണ്ട്. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ആൻസർ ഷീറ്റിന്റെ സൈഡിൽ അതിൻ്റെ എഴുത്തുകുത്തുകൾ, അതായത് നിങ്ങൾ ചെയ്തിരിക്കുന്ന ക്രിയകൾ സൈഡിൽ മസ്റ്റായിട്ടും എഴുതി വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കുട്ടികൾ ചെയ്യുന്ന കാര്യമാണ് എന്ത്, ഈ ഒരു സാധനം, അതായത് എൻ്റെ ആൻസർ ഷീറ്റ് വൃത്തികേടായി പോവും എന്ന് പറഞ്ഞിട്ട് ഇവർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മൂലയൊക്കെ കൊണ്ടുപോയിട്ട് ക്രിയകൾ ചെയ്തു വെക്കും അല്ലേ, കാൽക്കുലേഷൻ അവിടെ ചെയ്തു വെക്കും. അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് നിങ്ങൾ ഒരിക്കലും എവിടെ ചെയ്യരുത്? ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പാടില്ല. എവിടെ ചെയ്യണം? മസ്റ്റായിട്ടും ആൻസർ ഷീറ്റിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് രണ്ടാമത്തെ കാര്യം. സോ ക്രിയകൾ കൃത്യമായിട്ട്, അതിൻ്റെ കാൽക്കുലേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചേ മതിയാവുള്ളൂ. കൂടാതെ ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് ഇടാൻ പല ആൾക്കാരും മറന്നു പോവാറുണ്ട്. യൂണിറ്റ് ഇടാൻ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ട് എന്ത് വേണം? ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള പെൻസില്, റബ്ബർ, സ്കെയില് ഇത്യാദികൾ മസ്റ്റാണ്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ബയോളജിയിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും വരയ്ക്കാനുണ്ടായിരിക്കും. സോ മസ്റ്റായിട്ട് നിങ്ങൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് കൃത്യമായിട്ട് തലേ ദിവസം എടുത്തു വെക്കുക. അതിൽ ഈ സാധന സാമഗ്രി ഇല്ല എങ്കിൽ മസ്റ്റായിട്ട് വാങ്ങുക. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതേതാണ്? ഇൻസ്ട്രുമെന്റ് ബോക്സ് കൃത്യമായിട്ട് ചെയ്തു വെക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സോ ആദ്യത്തെ 20 മിനിറ്റ് കഴിയുന്നു. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യും? അല്ലാതെ മുന്നോട്ട് ഇരുന്ന് എന്ത് ചെയ്യും? നമുക്ക് അടുത്ത സബ്ജക്റ്റിന്റെ ആൻസർ ഷീറ്റ് നമുക്ക് തരാറുണ്ട് അല്ലേ? ആൻസർ ഷീറ്റ് നമ്മളെ കയ്യിലേക്ക് തരും. അപ്പൊ എന്ത് ചെയ്യുക? അത് നിങ്ങൾ കൃത്യമായിട്ട് ഇത് വാങ്ങിയെടുക്കുക. ഇവിടെ ചില കുട്ടികൾ തെറ്റാറുണ്ട്. എന്നറിയാവോ? രണ്ടാമത്തെ സെറ്റ് നമ്മളെ കൈ കിട്ടുമ്പോൾ അതിലും നമ്മൾ എന്ത് എഴുതി വെക്കണം? നമ്മളെ റോൾ നമ്പറും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ സെറ്റ് എന്ത് ചെയ്യണം? എഴുതി വെക്കേണ്ടതുണ്ട്.
ചില കുട്ടികൾ മറന്നു. എന്താണെന്നറിയോ, നമ്മൾ ഇതുവരെ എഴുതിയ എല്ലാ എക്സാമിനേഷനും ഒറ്റ തവണ എഴുതിയാൽ മതിയായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ രണ്ടാമത്തെ സെറ്റിലും എന്ത് ചെയ്യണം, അത് എഴുതി വെക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അത് ആദ്യം ചെയ്ത് വെച്ചേക്കുക. ഇനി ആ ചെയ്ത് വെക്കാതെ അവസാന സമയത്ത് ടീച്ചർ വന്നിട്ട് ഇനി എന്താടാ ഇത് എഴുതാഞ്ഞത് ചോദിച്ചിട്ട് വെറുതെ ഒരു വകുപ്പ് ഉണ്ടാക്കണ്ടല്ലോ. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ. ഇനി എനിക്ക് പറയാനുള്ള കാര്യത്തിലേ ഉള്ളൂ, ഈ 3 സബ്ജക്റ്റിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ ഏറ്റവും അവസാന ഭാഗത്തേക്കുള്ള കാര്യങ്ങളാണ് എക്സാമിന് ചോദിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമും അതുമായി അതിനുശേഷമുള്ള ടോപ്പിക്സ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഏരിയ കൃത്യമായിട്ട് പഠിച്ചു വേണം പോകാൻ. ഇതിന്റെ അർത്ഥം ആദ്യ ഭാഗത്തു നിന്ന്, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതല്ല കേട്ടോ. അതിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. പക്ഷേ എന്താണ് കാര്യം, അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എവിടെയാണ്, അവസാന ഭാഗത്തേക്കായിരിക്കും. സോ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് ഫിസിക്സിന്റെയും കെമിസ്ട്രീന്റെയും ബയോളജിയും ഒക്കെ ടീച്ചേഴ്സ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇന്ന് നമുക്കൊരു ലൈവ് ഉണ്ട്, വൈകുന്നേരം കൃത്യം 7:30 ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങളുമായിട്ട് ഞാൻ വരുന്നുണ്ട്. സോ എല്ലാവരും മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, എൻ്റെ കൂടെ ലൈവിനുണ്ടാവണം. ഫ്രണ്ട്സിനെ കൂട്ടി വരേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി പാലിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും അറിയേണ്ടതുണ്ട്. സോ അവർക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ഉപകാരമല്ലേ, ഛേദമില്ലാത്ത ഒരു ഉപകാരം, ശരിയാണല്ലോ? സോ കീപ് സപ്പോർട്ടിങ് ഏഗൺ. ഞങ്ങൾ നിങ്ങളെ കൂടെ എല്ലാ ദിവസവും എല്ലാ സമയവും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അടുത്ത വർഷം നമുക്ക് ഏഗന്റെ ആപ്പൊക്കെ വരാനുണ്ട്. സോ ആപ്പിലൊക്കെ പെട്ടെന്ന് വരിക. കൂടാതെ നമ്മുടെ ഓഫ്ലൈൻ സെന്റർ തുടങ്ങി കഴിഞ്ഞു. സോ അതൊക്കെ എല്ലാവർക്കും അറിയാലോ. വടകരയും മലപ്പുറത്തും അതേപോലെ തന്നെ കോഴിക്കോടും കുറ്റ്യാടിയും കല്ലാച്ചിയും ഒക്കെ നമ്മൾ വരികയാണ്. ഇനി നമ്മൾ ബാക്കിയുള്ള ജില്ലകളിലൊക്കെ നമ്മളിങ്ങനെ പടർന്ന് വരും. ഓക്കെ, അതിന് നിങ്ങളെ സപ്പോർട്ട് വേണം. സോ സപ്പോർട്ട് ചെയ്യുക. പിന്നെ കാണാം. പിന്നെയല്ല, ഇന്ന് വൈകുന്നേരം കാണാം കൃത്യം 7:30. സോ സീ യു ദേർ. ബൈ.